മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ സാധാ പറയുമ്പോൾ തന്നെ മുളക്, പുളി, മഞ്ഞൾ, ഉപ്പ്, പെരുംജീരകം, ചീരാമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം തിളച്ച് വേവട്ടെ കേട്ടോ. വലിയ അയിലേന് കിട്ടിയിരുന്നത്. അയിലൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് തിളച്ചിട്ട് വേണം അതിലേക്ക് ഇടാൻ. അങ്ങനെ നമ്മളെ കറി നല്ലോണം തിളച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മളെ മീനിട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം വേവട്ടെ. മീനിലൊക്കെ നല്ല മഞ്ഞളും മുളകും എല്ലാം പിടിച്ചിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. പിടിച്ച് വരുന്നുണ്ട്. നല്ലോണം ഒന്നാവട്ടെ. തിളച്ച് വേവട്ടെ. ഉപ്പും പൊടിയൊക്കെ പാകത്തിനുണ്ട്. ഇത് നല്ലോണം ഒന്ന് വേവട്ടെ കേട്ടാ. കരിവേപ്പില രസം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ കറിയെല്ലാം കുളു മുളകായിട്ടുണ്ടു. നല്ല അടിപൊളി മീനായിട്ടുണ്ടു. കണ്ടു, നല്ല മഞ്ഞളൊക്കെ പിടിച്ചിട്ടുണ്ട്. മുളക് മഞ്ഞളൊക്കെ നമുക്കിത് ഇറക്കി വെക്കണം. കരിവേപ്പിലൊക്കെ ഇട്ടതാണല്ലോ. വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഇടട്ടോ. വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു. എന്നിട്ട് നമ്മളിതിലേക്ക് ചീര ഇട്ടു. ചീര ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വേവട്ടെ കേട്ടോ. മഞ്ഞൾ, മുളക്, ചുവന്നുള്ളി, ചീരാമുളക്, ഉപ്പ് എല്ലാം കൂടെ ഇട്ടുങ്ങാണ്ട് ഇതൊക്കെ ഇത് നമുക്ക് ഇതിലേക്ക് ഇടണം കേട്ടോ. ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇതൊന്നിങ്ങനെ വറുക്കുക. ഞാൻ ചമ്മന്തി ഒന്നും ആക്കിയിട്ടില്ല. ഇതിലും കൂടെ ഇങ്ങനെ അരിഞ്ഞ് പച്ചക്ക് ഇങ്ങനെ ഇട്ടതാണ്. ഇത് വേറെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാം ഒരേ ഐഡിയ ശരിയാവില്ലല്ലോ. ഈ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഉമ്മാനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുക മക്കളെ, പ്ലീസ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ ലോകം പരലോകമല്ല നന്നാക്കട്ടെ. ഓക്കെ.